ഹലോ ഗൈസ്, ഹായ്, ഹലോ, ഹൗ ആർ യു? എടാ ഇൻട്രോ എന്നാന്നാണ് ശരിക്കും പറയേണ്ടത്? ഹായ് എന്ന് പറഞ്ഞോ, ഹലോ എന്ന് പറഞ്ഞോ, ഹേ ഗൈസ് എന്ന് പറഞ്ഞോ? ഡാ എന്നാ പറയും? ഇൻട്രോ എന്നാന്ന് പറയും? കുഴപ്പമില്ല, എനിക്ക് ഇവിടുന്ന് കാണാലോ. ഇവിടെ ഡിസ്പ്ലേ ഒട്ടാവേ കളിക്കുന്നത് ഇതൊക്കെ. ഇപ്പോൾ ഉള്ളത് വിക്കിയുടെ വീട്ടിലാണ്. നമ്മൾ പുതിയ ക്യാമറ എടുത്തു, സോണിയുടെ A7M4, 2 ലക്ഷം രൂപ ബോഡി, പിന്നെ ഒരു 85 ലെൻസ് എടുത്തു. 40 എടാ ലെൻസിന് എത്രയാണ് ജോൺസേ? 41 രൂപയുടെ സാധനം. ഓ ഓക്കെ ഓക്കെ. പിന്നെ അത് മാത്രമല്ല, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കാർഡ് മേടിക്കണം, എക്സ്ട്രാ ബാറ്ററി മേടിക്കണം, അങ്ങനെ അലുക്കുലത്തെ സാധനങ്ങളെല്ലാം കൂടെ കൂടിയിട്ടൊരു 1-1.25 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമ്മളിപ്പം അല്ല സോറി 2.5-2.25 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് സോണി എക്സ്പെർട്ട് ആയിട്ടുള്ള വിക്കിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലായിരുന്നു. വർക്ക് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഇരുന്ന് പഴുത്ത് പൊടുത്ത് ചീഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു. അപ്പം നമ്മൾ വിക്കിയുടെ വീട്ടിലിരുന്ന ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സോണി A7M4 എന്ന് പറയുമ്പോഴത്തേനും 33 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. M3 ആയിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഇരുന്നുകൊണ്ടിരുന്നത്, അപ്പോൾ അത് ഇറങ്ങിയിട്ടാണ് പുതിയ M4 വന്നത്. എൻ്റെ ഇരിക്കുന്ന കാനോണിൻ്റെ R6 Mark II, R6 Mark IIൻ്റെ കമ്പീറ്റൻ്റ് ആയിട്ടുള്ള സാധനമാണ് സോണി A7M4 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിലേക്ക് എല്ലാ സാധനങ്ങളും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഒന്നും നോക്കിയില്ല, പൈസ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ ഒന്ന് ഒരു സോണിയും കൂടി അങ്ങ് എടുത്തു. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് അവന്മാർ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൾക്കാർ നമ്മുടെ സ്റ്റോറി കണ്ടിട്ട് തെറ്റിദ്ധരിക്കാൻ, ഞാനൊരു സ്റ്റോറി ഇടുന്നുണ്ട്, അപ്പം അത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. എൻ്റെ കയ്യിൽ കനോണും ഉണ്ട്, ജോൺസിൻ്റെ കയ്യിൽ സോണിയും ഉണ്ട്, അപ്പം നടുക്ക് നിൽക്കുന്ന ഒരുത്തനുണ്ട് വിക്കി. അവൻ്റെ കയ്യിൽ എന്താണുള്ളത്? നിൻ്റെ എന്താണോ ഉള്ളത്? അതെന്താണെന്ന് കാണിച്ചു തരാം. അതായത് ഞാനും ജോൺസും ചെന്നിട്ട് വർക്കിന് പോയി കണ്ട ഊള സാധനങ്ങൾ, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വരും. അതിരുന്ന് അതൊക്കെ മെനയായിട്ട് എഡിറ്റ് ചെയ്ത് തരുന്ന ആളാണ് നമ്മുടെ ഈ വിക്കി ബായ്, താടിക്കാരൻ വിക്കി. ഞങ്ങൾ KGF ഫ്രം കുന്നംകുളം എന്നാണ് അലിയനെ നമ്മൾ വിളിക്കാറുള്ളത്. ഈ താടിയൊക്കെ വെച്ചിട്ട് അലിയൻ KGFൻ്റെ വലിയ ഫാനാണ്. പ്രഭാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി മരിച്ചു വീഴും. അലിയൻ്റെ എടാ ഇപ്പം നിന്റെ റിംഗ് ടോൺ ഏതാടാ? ഫേജിൽ പ്രഭാസ് അല്ലേ? അയ്യോ എടാ KGFിനകത്ത് വേറെ യഷ അല്ലേ? സോറിടാ മാറിപ്പി. എല്ലാം പ്രശാന്ത് നീലല്ലടാ, പ്രശാന്ത് നീലല്ലടാ, ഹൊമ്പാളെ ഫിലിംസ് അല്ലേ എന്തായാലും. എന്നെ മാങ്ങത്തിലേട്ടെ. അതായത് ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ഫോട്ടോസ് വീഡിയോസ് എല്ലാം നമുക്ക് ആൽബം ആക്കി തരിക. നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം സേവ് റേറ്റ് ഇടാനാണെന്നുണ്ടെങ്കിലും അല്ലാതെ പോസ്റ്റ് ചെയ്യാൻ പേജിലേക്ക് പോസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എല്ലാം എഡിറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ വിക്കി ബായ് ആണ്. ഇത് ജോൺസിനോട് ചോദിച്ചേക്കാം. ജോൺസ്, വിക്കി ബായിയെ പറ്റി എന്താണ് അഭിപ്രായം? ആശാൻ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു പോകുന്ന കർത്താവിന് മാത്രം അറിയാം. എല്ലാം സെറ്റ് തരുന്നില്ലെങ്കിൽ എന്ത് ചെയ്തു? ആര് ചെയ്തു തരും? വിക്കി ഇല്ലായിരുന്നെങ്കിലോ കിലോ 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 കത്തി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പം എപ്പോഴാണ് വന്നത്? നമ്മൾ ഒരു 7 മണി തന്നെ വന്നതല്ലേ? ഇപ്പോൾ 7 മണി ആയപ്പോഴത്തേനും വന്നതാണ്. ഇപ്പോൾ ഒരു 8 മണി 8:30 ആകാറായി. അപ്പം എന്ത് പറ്റി ഇത്ര നേരമായി കഴിഞ്ഞത്തേനും? വിശക്കുന്നു എന്തെങ്കിലും കഴിക്കാൻ പോകണം. അപ്പം നമ്മൾ കൂത്താട്ടിലും വരെ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു സാധനം ഡെലിവറി ചെയ്യാനുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. ബൈ ബൈ. പോടാ പോവാം. ഓക്കെ, നമ്മൾ വിക്കിയുടെ എഡിറ്റിംഗ് സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. അലിയൻ മാക്കിലാണ് വർക്ക് ചെയ്യുന്നത്. മാക്ക് ഏതോ ഒരു സാധനം ഉണ്ട്, പേര് എനിക്കറിയാൻ പാടില്ല. അതന്നെ മാക് മിനി ഉണ്ട്. ഒന്നുകൂടെ പറയാം, മാക് മിനി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബെൻക്യൂവിൻ്റെ മതിയായൊരു മോണിറ്റർ ഇരിപ്പുണ്ട്. ഇത് മറ്റേ ടിൽറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാ? അത് തന്നെ. നമുക്കത് വെർട്ടിക്കലായിട്ടും വേണമെങ്കിൽ വെക്കാം, ലാൻഡ്സ്കേപ്പായിട്ടും വെക്കാം. അപ്പോൾ ആ സാധനമാണ് വിക്കി ബായിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏത് സാധനമാണ് നമ്മൾ അതുമാത്രമല്ല, വിക്കി തൊഴിലെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ ബോണി എബ്രഹാമിൻ്റെ സ്വന്തം എഡിറ്ററും കൂടെയാണ്. ആൾ ചില്ലറ ആളൊന്നുമല്ല. അതെ, ഹീറ്റിംഗ് ഉണ്ടോ അതിന്? പിടിച്ചു നോക്കി.
ശരിയാ. ഈ എഡ്ജ് തൊട്ടങ്ങനെ കറക്റ്റ് ഇവിടെ ഹീറ്റിംഗ് തന്നെ. സോണിയുടെ ഹീറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാണാനും ഒരു വാക്ക് ഫുള്ള് ചെയ്താൽ പോലെ ഇപ്പൊ ഈ ഇതിന്റെ പകുതി ചൂട് തോന്നിയിട്ടില്ല വരെ. മഞ്ഞത്ത് എളുപ്പമായിരിക്കുമല്ല. നമ്മുടെ ഇവിടെ മറ്റേ വർഷത്തിൽ മിക്കവാറുള്ള സമയം മഞ്ഞത്ത് എളുപ്പമാണ്, മഞ്ഞടിക്കില്ല, ചൂടായിട്ട്. എന്നാണ് നീ കാനോണിനെ കുറ്റം പറഞ്ഞേ? ഞാൻ എവറസ്റ്റിൽ പോയിട്ട് മഞ്ഞത്ത് -24°C യൂസ് ചെയ്ത സാധനം ഈ കാനോണിന്റെ R6 Mark II. കളിക്കരുത് കേട്ടോ, കത്തിക്ക് ഞാൻ. ഓക്കെ, ശരിക്കും പോയി കഴിച്ചിട്ട് വരാം.